ഇന്ന് ഞാനുണ്ടല്ലോ വളരെ ടേസ്റ്റി ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ളതും നമ്മൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പേരൊക്കെ വളരെ യമണ്ടനാണ്. സ്വീറ്റ് പൊട്ടറ്റോ വിത്ത് റാഗി ചോക്ലേറ്റ് ഫഡ്ജ് ബൈറ്റ്. എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ? അപ്പോൾ എന്തായാലും നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി വേവിക്കാൻ വെക്കട്ടെ. ഇതൊരു 500 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്. ഞാനിതെല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാലും ഇത് മുഴുവൻ നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമില്ല. എൻ്റെ കുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ ഇത് ഞാനിവിടെ ഇങ്ങനെ പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ കയറി ഇറങ്ങിയത് കഴിച്ചോളും. അപ്പോൾ ഞാനെന്തായാലും അത് വേവിക്കാൻ വെച്ച സമയം കൊണ്ടുണ്ടല്ലോ നമുക്ക് റാഗി വെച്ചിട്ടൊരു സംഭവം തയ്യാറാക്കണം. ആദ്യം അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ റാഗിയുടെ കൂടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു വിസ്ക് വെച്ചോ ടീസ്പൂൺ വെച്ചോ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിന് ഗ്യാസിൽ വെച്ച് കത്തിച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. കൈവിടാതെ ഇളക്കിക്കോളൂ, അല്ലെങ്കിൽ അടിയിൽ എപ്പോഴാണ് പിടിക്കാന്ന് അറിയില്ല. ഇതുപോലെ കട്ടയാവുന്ന പരുവം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം. ആ സമയം കൊണ്ട് നമ്മളുടെ സ്വീറ്റ് പൊട്ടറ്റോ, അതായത് മധുരം കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട്. ഇതുപോലെ കൈവച്ച് കുത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 150 ഗ്രാം അത്രത്തോളമൊക്കെ മതിയാവും കേട്ടോ സ്വീറ്റ് പൊട്ടറ്റോ. അതൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ പൊടിച്ചെടുക്കണം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാവുന്നതുള്ളൂ. ഞാൻ പിന്നെ അതിന് നിന്നില്ല. ഇതുപോലെ ഒരു പാത്രത്തിൽ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് കുത്തി ഉടച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞ് കിട്ടും. പിന്നെ നമുക്കൊരു 8-10 ആൽമണ്ടും കൂടി വേണം. അതും നന്നായിട്ട് പൊടിച്ചെടുക്കണം. എൻ്റെ മിക്സിയുടെ ജാറിൽ അത് പൊടിയാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ഉരലെടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുത്ത് നന്നായിട്ട് കുത്തി ഇടിച്ച് പൊടിച്ച് എടുക്കുകയാണ്. അതായത് ഈ ഒരു പൗഡറി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ആൽമണ്ട്. അതിന് ശേഷം നമുക്ക് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറെ കുറച്ച് ചേരുവകളൊക്കെ വേണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ള ആ ഒരു റാഗിയുടെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഈ സ്വീറ്റ് പൊട്ടറ്റോ പൊടിച്ചത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒറ്റയടിക്ക് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് പതുക്കെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ബദാം ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മധുരത്തിന് വേണ്ടിയുള്ള ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ശർക്കര നിങ്ങൾക്ക് മുഴുവൻ ശർക്കര ഉണ്ടെങ്കിൽ അതൊന്ന് വെള്ളത്തിൽ ഇങ്ങനെ ലയിപ്പിച്ച് കല്ലോ കട്ടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചൊഴിച്ച് അങ്ങനെ ചേർക്കാം. എൻ്റെ കയ്യിൽ പൗഡറായിട്ടുള്ള കാരണം കൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഈ ഒരു ജാഗരി പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബട്ടറും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ചേർക്കുന്നത് തികച്ചും ഓപ്ഷണൽ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇത് ചേർക്കുന്ന നിർബന്ധമൊന്നുമില്ല. വനില എസൻസും സിനമൺ പൗഡറും. ഇത് ഞാൻ സിനമൺ പൗഡർ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയും വനില എസൻസ് ഒരു 4-5 ഡ്രോപ്സ് എന്ന കണക്കിനാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഞാൻ ഒരു നുള്ളെന്ന രീതിയിൽ ഉപ്പും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് പരുവത്തിൽ ഇതാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കൈ വെച്ച് നന്നായി കുഴച്ച് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിലേക്കുള്ള ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് കൊക്കോ പൗഡർ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ബട്ടർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ വനില എസൻസ് വേണമെങ്കിൽ ചേർക്കാം, ഒരു 2-3 ഡ്രോപ്പ്. ഞാനിവിടെ ചേർക്കണില്ല. അതുപോലെ മിൽക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കി. അപ്പോൾ അത് പോരായ്ക വന്ന കാരണം കൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും ഈ ഒരു പാല് 1 ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് പിന്നെ നമുക്ക് ഇത് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കി റെഡിയാക്കി എടുക്കണം. ഈ ഒരു പരുവം വരെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് ചൂടാറട്ടെ. അതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള മിക്സ് ഓരോരോ ഷേപ്പിലാക്കി ഈ ഒരു ചോക്ലേറ്റ് മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഡിപ്പ് ചെയ്യാനുള്ള ചോക്ലേറ്റ് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് വേണ്ട ഷേപ്പിലൊക്കെ ആ ഒരു സ്വീറ്റ് പൊട്ടറ്റോ മിക്സ് റെഡിയാക്കിയെടുക്കാം. ഞാൻ പല ഷേപ്പ് നോക്കി, ലാസ്റ്റ് ഉണ്ടല്ലോ എന്തായാലും ഇതിൻ്റെ പേര് ഫഡ്ജ് ബൈറ്റ് എന്നല്ലേ. അപ്പോൾ പിന്നെ കുട്ടി ഉരുളകളാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആക്കി വെച്ചിട്ട് അത് ജസ്റ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്ത് കേട്ടോ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കനട്ട് ഇങ്ങനെ ചെരുകിയെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കൊത്തിങ്ങനെ എടുക്കില്ലേ. രണ്ടായാലും അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ബ്രൗൺ ഷെയ്ഡ് കളയണം. അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണം.
എന്നിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ വെള്ളമൊക്കെ വലിഞ്ഞ് ഇങ്ങനെ ഡീഹൈഡ്രേറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ ആകുമ്പോൾ ജലാംശം തീരെ ഇല്ലാത്ത കാരണം ഇതുപോലുള്ള റെസിപ്പികളിൽ ചേർക്കാനും ഗാർണിഷിങ്ങിനും വളരെ എളുപ്പമായിരിക്കും. അതിനെയാണ് ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് വിളിക്കുന്നത്. എന്തായാലും അത് അതിൻ്റെ മുകളിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതാ ഈ ഒരു ഷേപ്പിലാക്കി ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുമേ കുറച്ച് കോക്കനട്ട് വെച്ചിട്ടുള്ള അലങ്കാര പണികളൊക്കെ നടത്തി. എനിക്ക് എന്ത് ചെയ്താൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ എങ്ങനെ ഇത് ഗാർണിഷ് ചെയ്യാന്നുള്ളത്. പലതരത്തിൽ നോക്കി എന്നിട്ട് പറ്റണില്ല എനിക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി എനിക്ക് തീരെ അറിയാത്തതാണ്. പിന്നെ നമുക്കൊന്നും ഇല്ലല്ലോ അതിന് പറ്റിയിട്ടുള്ള കുറേ ടൂൾസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഇങ്ങനെയൊക്കെ ആക്കി എടുത്തു ലാസ്റ്റ്. പിന്നെ ഇതൊരു 1 hour ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. സ്വീറ്റ് പൊട്ടാറ്റോ വിത്ത് റാഗി ചോക്ലേറ്റ് ഫഡ്ജ് ബൈറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ ഒട്ടും മടിക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. സിനിമ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.